وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, നോമ്പ് സബറിൻ്റെ ഇബാദത്താണ്. റമദാൻ ക്ഷമയുടെ മാസമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഖായിദത്തുൻ ഫിസ്സബ്ർ എന്ന പേരിൽ പ്രസിദ്ധമായൊരു റിസാലയുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ജഅലല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദഹുൽ മുഅ്മിനീൻ ബികുല്ലി മൻസിലത്തിൻ ഖൈറൻ മിൻ ഫഹുവ ദായിമൻ ഫീ നിഅമതി മിൻ റബ്ബിഹിം അസാബഹും മാ യുഹിബ്ബൂൻ ഔ മാ യക്റഹൂൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മുഅ്മിനുകളായ അടിമകൾക്ക് ഏതവസ്ഥയിലും ഖൈർ നിശ്ചയിച്ചിരിക്കുന്നു. അവർ റബ്ബിൻ്റെ അനുഗ്രഹത്തിലാണ് ഏത് കാലത്തും ഏതവസ്ഥയിലും. ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടിയാലും പ്രയാസമുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും. وجعل أقضيته وأقداره التي يقضيها لهم ويقدرها عليهم متاجر يربحون بها عليه. അള്ളാഹു അവൻ്റെ വിധി, അവൻ്റെ തീരുമാനം മുഅ്മിനീങ്ങൾക്ക് ലാഭം കൊയ്യാനുള്ള കാര്യങ്ങളായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വതുറുഖൻ യസിലൂന മിൻഹ ഇലൈഹി, അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയായിട്ടാണ് അള്ളാഹു അതെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. كما ثبت في الصحيح عن إمامهم ومتبوعهم الذي إذا دعي يوم القيامة كل أناس بإمامهم دعوا به صلوات الله وسلامه عليه. മുഅ്മിനീങ്ങളുടെ ഇമാമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുള്ളതുപോലെ അള്ളാഹു ജനങ്ങളെല്ലാം അവരുടെ നേതാക്കൾക്ക് പിന്നിലായിട്ടാണ് വിളിക്കുക. പരലോകത്ത് ഈ ഉമ്മത്തിനെ അള്ളാഹു വിളിക്കുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിക്കൊണ്ടാണ്. എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിൻ്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു അജബ്, അവൻ്റെ കാര്യമെല്ലാം അത്ഭുതമാണ്. മാ യഖ്ദില്ലാഹു ലഹു മിൻ ഖദാഇൻ ഇല്ലാ കാന ഖൈറൻ ലഹ്, അള്ളാഹു അവൻ്റെ കാര്യത്തിൽ വിധിച്ച ഏത് വിധിയും അവന് ഖൈറാണ്. ഇൻ അസാബത്ഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹ് വഇൻ അസാബത്ഹു ضറാഉ സബറ ഫകാന ഖൈറൻ ലഹ്. സന്തോഷമുണ്ടാക്കുന്ന കാര്യം അവന് ലഭിച്ചാൽ അവനതിൽ അള്ളാഹുവിന് നന്ദി കാണിക്കും. അങ്ങനെ മുഅ്മിൻ അത് ഖൈറായിത്തീരും. ഇനി പ്രയാസകരമാണ് കാര്യമെങ്കിൽ അവനതിൽ ക്ഷമിക്കും. അങ്ങനെ അതവന് ഖൈറായിത്തീരും. فهذا الحديث يعم جميع أقضيته لعبده المؤمن. അള്ളാഹു മുഅ്മിനിൻ്റെ കാര്യത്തിൽ വിധിക്കുന്ന ഏത് കാര്യത്തിനും ഇത് ബാധകമാണ്. وأنها خير له إذا صبر على مكروهها وشكر لمحبوبها. പ്രിയങ്കരമായ കാര്യം കിട്ടിയാൽ അവൻ നന്ദി കാണിച്ചാൽ അവന് ഖൈറാകും. പ്രയാസമുണ്ടായാൽ അവൻ ക്ഷമിച്ചാൽ അതവന് ഖൈറാകും. ബൽ ഹാദാ ദാഖിലുൻ ഫി മുസമ്മൽ ഈമാൻ. അല്ല, തീർന്നില്ല, ഇത് ഈമാനിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. فإنه كما قال السلف الإيمان نصفان نصف صبر ونصف شكر. സലഫുകൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഈമാൻ രണ്ടു പകുതിയാണ്. നസ്ഫുൻ സബ്റുൻ വനസ്ഫുൻ ശുക്രുൻ. ഒരു പകുതി ക്ഷമയാണെങ്കിൽ അടുത്ത പകുതി ശുക്രാണ്, നന്ദിയാണ്. കഖൗലിഹി തആല, അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്ന ഫി ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശക്കൂർ. ഇതിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ആർക്കാണത് ഉൾക്കൊള്ളാൻ കഴിയുക? ആർക്കാണത് പ്രയോജനപ്പെടുക? ലികുല്ലി സബ്ബാരിൻ ശക്കൂർ. സബ്ബാർ ആരാണ്? നന്നായി ക്ഷമിക്കുന്നയാൾ. ഷക്കൂർ നന്നായി അള്ളാഹുവിന് നന്ദി കാണിക്കുന്നയാൾ. അവർക്കാണിത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ. വഇദാ അഅ്തബറ അൽഅബ്ദു الدين كله റആഹു യർജിഉ ബിജുംലതിഹി ഇല الصبر والشكر. ഒരാൾ ദീനിനെ മൊത്തത്തിലെടുത്താൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും ദീനിൻ്റെ ആകത്തുക, അതിൻ്റെ എല്ലാം അടിസ്ഥാനം, ദീനിൻ്റെ കാര്യങ്ങളുടെ മുഴുവൻ അടിസ്ഥാനം സബറും ശുക്രുമാണ്, നന്ദിയും ക്ഷമയുമാണ്. وذلك لأن الصبر ثلاثة أقسام. وذلك لأن الصبر ثلاثة أقسام. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? സബർ 3 ഇനങ്ങളാണ്, ക്ഷമ 3 ഇനങ്ങളാണ്. സബ്റുൻ അല الطاعة حتى يفعلها. ഒന്ന് നന്മകൾ ചെയ്യാനുള്ള ക്ഷമയാണ്, അത് പ്രവർത്തിക്കാനുള്ള ക്ഷമ. فإن العبد لا يكاد يفعل المأمور به إلا بعد صبر ومصابرة
ومجاهدة لعدوه الظاهر والباطن فبحسب هذا الصبر يكون أداؤه للمأمورات وفعله للمستحبات. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ചെയ്യാൻ ഒരടിമ നിരന്തരം അവൻ ക്ഷമിക്കണം, അവൻ കടിച്ചു പിടിക്കണം, അവൻ്റെ ഉള്ളിലുള്ള ശത്രുവിനോടും പുറത്തുള്ള ശത്രുവിനോടുമൊക്കെ എതിരിട്ട് നിൽക്കണം. ആ ക്ഷമ എത്രത്തോളം ഫലവത്താണോ അതിനനുസരിച്ചാണ് അവൻ നന്മ ചെയ്യാൻ സാധിക്കുക. അള്ളാഹു നിർബന്ധമാക്കിയ നന്മകളാകട്ടെ, അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലാത്ത നന്മകളാകട്ടെ ചെയ്യാൻ ക്ഷമ വേണം. അഥവാ പിശാച് നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും, സ്വന്തം നഫ്സ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന് ക്ഷമയും പിടിച്ചു നിൽക്കലും കൂടിയേ തീരൂ. ഇതാണ് ഒന്നാമത്തെ ക്ഷമ, അഥവാ നന്മ ചെയ്യാനുള്ള ക്ഷമ. നഅ്താനി, രണ്ടാമത്തെ സബ്റുൻ അനിൽ മൻഹി ഹത്താ ലാ യഫ്അല, അള്ളാഹു വിലക്കിയത് ചെയ്യാതിരിക്കാനുള്ള ക്ഷമയാണ്, തിന്മയിൽ വീണുപോകാതെ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ. ഫഇന്ന النفس ودواعيها وتزيين الشيطان وقرناء السوء تأمره بالمعصية وتجرئه عليها. കാരണം മനുഷ്യൻ്റെ നഫ്സ്, അവൻ്റെ മനസ്സും അതിൻ്റെ ഇച്ഛകളും അതുപോലെ പിശാച് തിന്മക്ക് അലങ്കാരമേറ്റി കാണിച്ചു തരിക, ആ പരീക്ഷണവും മോശം കൂട്ടുകാരും ഒക്കെ നിരന്തരം മനുഷ്യനെ തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിൻ്റെ താല്പര്യങ്ങൾ, അതുപോലെ പിശാചിൻ്റെ പ്രേരണ, അവൻ തിന്മക്ക് മറ്റു പേരിട്ട് അതിനെ നന്മയാണെന്ന് തോന്നിപ്പിക്കും. അതുപോലെ മോശം കൂട്ടുകാർ, ഇതെല്ലാം തിന്മക്ക് നിരന്തരം നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് നമ്മെ വലിച്ചിഴക്കാൻ ശ്രമിക്കുന്നു. ഫബിഹസബി ഖുവ്വത്തി സബ്രി യകൂനു തർകുഹു ലഹാ, ഒരാളുടെ ക്ഷമ എത്രത്തോളം ശക്തമാണോ അതിനനുസരിച്ചാണ് ഒരാൾക്ക് തിന്മ ഉപേക്ഷിക്കാൻ കഴിയുക. ഖാല ബഅദു സലഫ്, മുൻഗാമികളിൽ ചിലർ പറഞ്ഞിരിക്കുന്നു, അഅ്മാലുൽ ബിർരി യഫഅലുഹാ അൽ ബർറു വൽ ഫാജിർ വലാ യഖ്ദിറു അലാ തർക്കിൽ മആസി ഇല്ലാ സിദ്ദീഖ്. പുണ്യം ചെയ്യുന്നത് അതിലെല്ലാവരും ഉണ്ടാവും, നല്ല പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാത്ത ആരാണുള്ളത്? പക്ഷെ അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുക, അള്ളാഹു വിലക്കിയ തിന്മയിൽ നിന്ന് പിടിച്ചു നിൽക്കുക, അത് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ സിദ്ദീഖിനല്ലാതെ സാധിക്കുകയില്ല. സിദ്ദീഖുകൾ അവർ ഏറ്റവും സിദ്ഖുള്ള സത്യസന്ധരായ ആളുകളാണ്. നബിമാർക്ക് തൊട്ടുടനെ അള്ളാഹു എണ്ണിയത് അവരെയാണ്. ഔലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന സിദ്ദീഖീൻ, തൊട്ടുടനെ അള്ളാഹു സിദ്ദീഖുകളെയാണ് എണ്ണിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, തിന്മയിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ അത് പ്രയാസകരമായ ക്ഷമയാണ്. ഇതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം തന്നെ പറഞ്ഞത് കാണാം, യൂസുഫ് നബി അലൈഹിസ്സലാം കിണറ്റിൽ വീണപ്പോൾ ക്ഷമിച്ച ക്ഷമയേക്കാൾ, കിണറ്റിൽ സഹോദരങ്ങൾ പിടിച്ചു തള്ളിയിട്ടപ്പോൾ അവിടെ അകപ്പെട്ടപ്പോൾ ക്ഷമിച്ച ക്ഷമയേക്കാൾ കടുത്ത ക്ഷമ വേണ്ടി വന്നു. എവിടെ? ആ കൊട്ടാരത്തിൽ, മസ്റിൽ ആ സ്ത്രീ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാൻ അതിനേക്കാൾ കടുത്ത ക്ഷമ വേണ്ടി വന്നു. ഇപ്പോൾ നോക്കൂ, മൂന്നാമത്തെ ഇനം, ക്ഷമയുടെ മൂന്നാമത്തെ ഇനം അസ്സബ്റു അലാ മാ യുസീബുഹു, ഒരാൾക്ക് ബാധിക്കുന്ന പ്രയാസങ്ങളിലുള്ള ക്ഷമയാണ്. അപ്പോൾ നോക്കൂ, 3 ഇനങ്ങൾ ക്ഷമയുടെ നമ്മൾ പറഞ്ഞു. 1, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാനുള്ള ക്ഷമ. 2, അള്ളാഹു വിലക്കിയത് ഉപേക്ഷിക്കാനുള്ള ക്ഷമ, തിന്മകൾ വീണുപോകാതെ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ. 3ാമത്തേത് മുസീബത്തുകളിലുള്ള ക്ഷമയാണ്, നമ്മെ ബാധിക്കുന്ന പ്രയാസങ്ങളിലുള്ള ക്ഷമയാണ്. ബിഗൈരി ഇഖ്തിയാരിഹി മിനൽ മസായിബ്, ഒരാൾ സ്വന്തം അവൻ ഒന്നും ചെയ്തിട്ടല്ല, മറിച്ച് അവനൊന്നും തടുക്കാൻ പറ്റാത്ത രൂപത്തിൽ വന്നു ചേരുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക എന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബിൽ വിവരിക്കുന്നത് ക്ഷമയുടെ ഈ ഇനത്തെക്കുറിച്ച് മാത്രമാണ്. ഇതിനെ തന്നെ രണ്ടായി തിരിക്കാം. ഷെയ്ഖ് പറയുന്നു വഹിയ നൗആൻ, ഇത് രണ്ടിനുമുണ്ട്. അഥവാ മുസീബത്തുകൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മെ ബാധിക്കുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രയാസങ്ങൾ 2 ഇനമാണ്. 1, നൗഉൻ ലാ ഇഖ്തിയാറ ലിൽ ഖൽഖി ഫീഹ്, നമുക്ക് യാതൊരു ഇടപെടലും സാധ്യമല്ലാത്ത പരീക്ഷണങ്ങൾ, കൽ അംറാദി വഗൈരിഹാ, രോഗങ്ങൾ പോലെ, അതുപോലുള്ളതുപോലെ, മിനൽ മസായിബ് സമാവിയ്യ, അള്ളാഹുവിൻ്റെ വിധിയാൽ വരുന്ന രോഗങ്ങൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ. ഫഹാദിഹി യസ്ഹുലു സബ്റു ഫീഹ, ഇതിൽ
ക്ഷമിക്കുക എളുപ്പമാണ് എന്ന് പറയാൻ താരതമ്യേന എളുപ്പമാണ്. ഇതിന് ശേഷം വരുന്ന ഒന്നുണ്ട്, അതിനെ തട്ടിച്ചു നോക്കിയാൽ എളുപ്പമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. لأن العبد يشهد فيها قضاء الله وقدره. കാരണം ഒരാൾ അള്ളാഹുവിൻ്റെ വിധിയാണ്, അവൻ്റെ തീരുമാനമാണിത് എന്ന് നോക്കിക്കാണുന്ന കാര്യമാണിത്, വേറൊന്നും അവൻ്റെ മുന്നിലില്ല. وأنه لا مدخل للناس فيها. ഇത് വേറെ ആരും ഇതിന് ഉത്തരവാദിയല്ല. فيصبر إما اضطرارا وإما اختيارا. ഒന്നുകിൽ അവൻ ഇത്റാറായി മുത്തറായി ക്ഷമിക്കല്ലാതെ വേറെ വഴിയില്ല എന്ന നിലക്ക് ഒടുവിൽ ക്ഷമയിൽ എത്തിച്ചേരും ചില ആളുകൾ. ആദ്യം ചിലപ്പോൾ കുറേ പൊറുതികേട് കാണിച്ച് പിന്നെ ഉണ്ടായിരിക്കല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ ചില ആളുകൾ അത് ക്ഷമിക്കണമെന്ന് നേരത്തെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച് അങ്ങനെ ഒരിക്കലും പൊറുതികേട് കാണിക്കാതെ ക്ഷമിക്കും. രണ്ടാളൊരു ക്ഷമ ആളുകൾ ക്ഷമിക്കും. മുൻഗാമികൾ പറഞ്ഞത് കാണാം, നീ ക്ഷമിച്ചേക്കുക, കാരണം ഇപ്പം ക്ഷമിച്ചില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ക്ഷമിച്ചേ പറ്റുള്ളൂ. പ്രയാസങ്ങൾ വന്നാൽ പൊറുതികേട് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ പൊറുതികേട് കാണിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒതുങ്ങല്ലാതെ വഴിയില്ല. അത് ആദ്യമേ കാണിച്ചാൽ അതാണ് ഖൈർ. ഇന്നമ സബ്റു ഇൻദ സദ്മത്തിൽ ഊല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആദ്യ പ്രഹരത്തിലാണ് ക്ഷമിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഫഇൻ ഫതഹ അല്ലാഹു അലാ ഖൽബിഹി ബാബൽ ഫിക്റതി ഫി ഫവായിദിഹാ وما في حشوها من النعم والألطاف انتقل من الصبر عليها إلى الشكر لها والرضا بها. ഇനി ഒരാൾ ആ ക്ഷമയിലുള്ള അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ള അള്ളാഹുവിൻ്റെ വിധിയിലുള്ള നന്മയും കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ അവൻ സബറിൽ നിന്ന് ക്ഷമയിൽ നിന്ന് അതിൻ്റെ മുകളിലുള്ള പദവിയിലേക്ക് പോകും. അതേതാണ്? ശുക്ർ കാണിക്കുക, അതുപോലെ അള്ളാഹിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുക. ക്ഷമിക്കുന്നതിനേക്കാൾ മുകളിലുള്ള പദവിയാണ്. അതിലൊക്കെ ഒരാൾ എത്തിച്ചേരും. അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് ഒരാൾ നന്നായി ആലോചിച്ചാൽ അള്ളാഹുവിൻ്റെ ഏത് തീരുമാനവും തനിക്ക് ഖൈറാൻ എന്നതൊക്കെ ചിന്തിച്ചാൽ അവൻ അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഫൻഖലബത് ഹീനഇദിൻ ഫി ഹഖ്ഖിഹി നിഅമ. അങ്ങനെ ആ മുസീബത്ത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമായി മാറിത്തീരും. ഫലാ യസാലു ഹിജ്ജീറ ഖൽബിഹി വലിസാനിഹി ഫീഹാ റബ്ബി അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. പിന്നെ അവൻ എപ്പോഴും അവൻ്റെ മനസ്സിലും നാവിലൊക്കെ അവൻ പറയുക ഇതാണ്, അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ, അലാ ദിക്രിക ശുക്രിക വഹുസ്നി ഇബാദതിക, നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ സ്മരിക്കാനും നിന്നെ നന്നായി ഇബാദത്ത് ചെയ്യാനും. وهذا يقوى ويضعف بحسب قوة محبة العبد لله وضعفها. അള്ളാഹുവിനോടുള്ള ഒരാളുടെ സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഈ ക്ഷമയിലും ഏറ്റക്കുറച്ചിലുണ്ടാവും. അള്ളാഹുവിനോടുള്ള സ്നേഹം എത്രയാണോ അത്രയും അവൻ്റെ സബറും തൃപ്തിയും നന്ദിയും ഒക്കെ കൂടും. അത് കുറയുന്നതനുസരിച്ച് കുറയും. بل هذا يجد أحدنا في الشاهد كما قال بعض الشعراء يخاطب محبوبا له ناله ببعض ما يكره. ഇത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അത് ഏൽക്കുന്നതിന് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായിരിക്കും പിന്നെ ഒരാൾ പോവുക. കാരണം അതിൻ്റെ ഒക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ ഖൈറുണ്ടെന്ന് മനസ്സിലാക്കും. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം അതിന് ഉദാഹരണമായി പഴയ കാലത്ത് ഒരു കവി തൻ്റെ കാമുകിയെക്കുറിച്ച് പറഞ്ഞതുപോലെ, ലഇൻ സാഅനി അന്നിൽതനി ബിമസാഅത്തിൻ ലഖദ് സറനി അന്നി ഖതർതു ബിബാലിക. നീ എന്നെക്കുറിച്ച് എന്നെ എന്തെങ്കിലും മോശമായി പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു എന്നതെനിക്ക് പ്രയാസമുണ്ടാക്കുമെങ്കിലും ഞാൻ സന്തോഷിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അതിനും ഞാൻ സന്തോഷിക്കുന്ന കാര്യമുണ്ട്, നീ അതിനു വേണ്ടിയാണെങ്കിൽ എന്നെ ഓർത്തല്ലോ എന്ന് പണ്ടൊരു കവി പാടിയിട്ടുണ്ട് എന്നതുപോലെ. പഴയ കാലത്തെ ഈ ഇതുപോലുള്ള വികാരങ്ങൾ ഉള്ളിൽ കയറിയ ആളുകളുടെ വാക്കുകൾ വളരെ അത്ഭുതമാണ്. അത് കാരണം ആളുകളുടെ മനസ്സ് തെറ്റിച്ച് കളയുന്ന വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന, മനുഷ്യൻ്റെ നേർബുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ പ്രേമവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. പഴയ കാലത്ത് വളരെ അറിയപ്പെട്ട ഈ രൂപത്തിൽപ്പെട്ട ഒരു കവിയായിരുന്നു ഖൈസ് ഇബ്നു മുലവ്വഹ്. എല്ലാവരും അയാളുടെ വേറൊരു പേരായിരിക്കും കേട്ടിട്ടുണ്ടാകുക, മജ്നൂൻ, ലൈലയുടെ മജ്നൂൻ. അയാളുടെ ഈ സമാനമായ വാക്കുകൾ വളരെ വളരെ പ്രസിദ്ധമാണ്. ഒരിക്കൽ അയാൾ പറഞ്ഞു, അമുറു ബിദ്ദിയാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാരി വദൽ ജിദാറ വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. അമുറു ബിദ്ദിയാരി ദിയാരി ലൈല. ഞാൻ ലൈല താമസിച്ച വീട് ആ നാട്ടിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ കെട്ടിടങ്ങൾ, ആ ഇടങ്ങൾ. ഉഖബ്ബിലു ദൽ ജിദാരി വദൽ ജിദാറ. എന്നിട്ട് അവിടെയുള്ള ഓരോ ചുമരുകളും കെട്ടിടങ്ങളൊക്കെ ഞാനിങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി. ആ വീടുകളോട്, ആ നാടിനോടുള്ള സ്നേഹമല്ല എന്നെ യഥാർത്ഥത്തിൽ എൻ്റെ കൽബിനെ പിടികൂടിയത്. വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. മറിച്ച് അവിടെ താമസിച്ച അവളോടുള്ള സ്നേഹമാണ് എൻ്റെ കൽബിനെ പിടികൂടിയത്. ഈ രൂപത്തിലുള്ള കവിതകൾ അത്
വളരെ അറിയപ്പെട്ട കാര്യമാണ്. അവരുടെ വാക്കുകളും അവരുടെ ചിന്തകളൊക്കെ ആ രൂപത്തിലായിരിക്കും. വേറെ ദുനിയാവിൽ ഇതല്ലാതെ ഈ പ്രേമിക്കുന്ന പെണ്ണിനെ അല്ലെങ്കിൽ പുരുഷനല്ലാതെ വേറൊരാൾ ദുനിയാവിലുണ്ട് എന്ന് തന്നെ അവർ ചിന്തിക്കുകയില്ല. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത്. ഒരു തരം ലഹരി ബാധിക്കുകയാണ്, ഒരു തരം ഭ്രാന്ത് മനുഷ്യനെ പിടികൂടുകയാണ്. അല്ലെങ്കിൽ അവൻ കണ്ണുറന്ന് നോക്കിയാൽ അവളെക്കാൾ നല്ല എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്ത്രീകൾ അവന് കാണാൻ സാധിക്കും. അവനേക്കാൾ നല്ല എത്രയോ ആളുകളെ അവൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെ ഇതുപോലുള്ള ലഹരി പിടികൂടിയാൽ പിന്നെ വളരെ പ്രയാസകരമാണ് കാര്യം. ശരി, ഇനി നോക്കൂ. റാബിഅ, ഇവിടെ ഉസാനി എന്നാണ് വേണ്ടത്. റാബിഅ എന്നത് അക്ഷരത്തെറ്റാണ്. നിങ്ങളുടെ കയ്യിൽ കിതാബുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഉസാനി രണ്ടാമത്തെ ഇനം ശ്രദ്ധിക്കുക. ഈ കിതാബിൻ്റെ ഉള്ളടക്കം ഇതാണ്. നമ്മൾ ഇതുവരെയുള്ള ഭാഗം വെറുതെ ഒന്ന് ഓടിച്ചു പോയത് ഇതുകൊണ്ടാണ്. ഈ കിതാബിൻ്റെ ഉള്ളടക്കം, ഈ കിതാബിൻ്റെ കാമ്പെന്ന് പറയുന്നത് ഇനി പറയുന്ന കാര്യമാണ്. അതെന്താണ്? നമ്മൾ പറഞ്ഞു ക്ഷമ മൂന്നിനമാണ്. ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കാൻ, രണ്ട് അള്ളാഹു വിലക്കിയത് ഒഴിവാക്കാനുള്ള ക്ഷമ, മൂന്നാമത്തേത് മുസീബത്തുകളുടെ ക്ഷമയാണ്. മുസീബത്തുകൾ രണ്ടിനമുണ്ട്. ഒന്നാമത്തേത് പറഞ്ഞു രോഗങ്ങൾ പോലെ ആളുകളുടെ ഒരു കൈകടത്തലുമില്ലാതെ വന്നു ഭവിക്കുന്ന മുസീബത്തുകൾ. രണ്ടാമത്തേത് സുബ്ഹാനല്ലാഹ് ശ്രദ്ധിക്കുക, മയഹ്സുലു ലഹു ബിഫിഅലിൻ നാസ് ഫി മാലിഹി ഔ ഇർദിഹി ഔ നഫ്സിഹി, ജനങ്ങൾ ഉപദ്രവിച്ചതുകൊണ്ട് നമുക്ക് അവരുടെ ഉപദ്രവം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഒന്നുകിൽ സാമ്പത്തികമായത്, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തെ മുറിപ്പെടുത്തിയത്, അല്ലെങ്കിൽ രക്തം ചിന്തിയത്, ശരീരത്തിൽ ഉപദ്രവം ഉണ്ടാക്കിയത്, ഈ പ്രയാസം ഫഹാദ നൗഉ യസ്ഉബു الصബ്റു അലൈഹി ജിദ്ദൻ, ഇതിൽ ക്ഷമിക്കുക വളരെ വളരെ പ്രയാസകരമായ കാര്യമാണ്. ലിഅന്ന النفس تستشعر المؤذي لها, കാരണം ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആരാണ് ഉപദ്രവിച്ചവൻ നമ്മൾ കാണുന്നുണ്ട്, ചെയ്തവൻ നമുക്കറിയാം. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. വഹിയ ചക്രഹുൽ ഗലബ, മനുഷ്യൻ്റെ നഫ്സ്, മനുഷ്യൻ്റെ മനസ്സൊരിക്കലും തോറ്റു കൊടുക്കാൻ ഇഷ്ടപ്പെടുകയില്ല, വെറുക്കും. ഫതത്ലുബുൽ ഇന്തിഖാം, പകരം ചെയ്യാൻ, തിരിച്ചടിക്കാൻ മനസ്സെപ്പോഴും പ്രേരിപ്പിക്കും. ഫലാ യസ്ബിറു അലാ ഹാദ നൗഇ ഇല്ലൽ അംബിയാ വസ്സിദ്ദീഖൂൻ, ഇതിൽ ക്ഷമിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അല്ലാഹുവിൻ്റെ നബിമാർക്കും സിദ്ദീഖുകൾക്കും മാത്രമേ സാധിക്കുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. വകാന നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഊദിയ യഖൂൽ യർഹമുല്ലാഹു മൂസ ലഖദ് ഊദിയ ബിഅക്തറ മിൻ ഹാദാ ഫസബർ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈദ ഉണ്ടായാൽ, ആളുകൾ പ്രയാസം ഉണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ, അലോസരപ്പെടുത്തുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് യർഹമുല്ലാഹു മൂസ, അള്ളാഹു മൂസാക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ഇതിനേക്കാൾ പ്രയാസം മൂസ അലൈഹിസ്സലാം അനുഭവിച്ചു. പക്ഷേ അവിടുന്ന് അലൈഹിസ്സലാം ക്ഷമിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹിസ്സലാമിൻ്റെ സബറിൽ, അതിൽ പാഠം ഉൾക്കൊള്ളുകയാണ്, അത് പറഞ്ഞ് ആശ്വസിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പഴയ കാലത്തെ ദഅവത്തിൻ്റെ ചരിത്രം, ഉദാഹരണത്തിന് നബിമാരുടെ ദഅവ, അതുമാത്രമല്ല പണ്ഡിതന്മാരുടെ ദഅവത്തിൻ്റെ ചരിത്രം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ കാലത്തെ തൗഹീദ്, അതിനുവേണ്ടി പണിയെടുത്തവരുടെ കഥകൾ, ചരിത്രം, ഇത് നമുക്ക് ആളുകളുമായുള്ള ഇടപാടിൽ ഫലം ചെയ്യും എന്നതാണ്. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അരികിൽ, അവൻ്റെ അരികിൽ അവൻ നമ്മുടെ നബിയെ കൊണ്ടുപോയി 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് എത്ര വക്തായിരുന്നു നിസ്കാരം? 50 വക്ത് നിസ്കാരമായിരുന്നു. എന്നിട്ട് ഇറങ്ങി വന്നു, 6ാമത്തെ ആകാശത്തിൽ മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. തിരിച്ചു വരുമ്പോൾ മൂസാ നബി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് ഇത് സാധിക്കില്ല, പോയി അള്ളാഹുവിനോട് തഖ്ഫീഫ് ചോദിക്കുക, ഇളവ് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ നോക്കി, ജിബ്രീലിൻ്റെ കൂടെ റബ്ബിൻ്റെ അരികിലേക്ക് തിരിച്ചുപോയി. അള്ളാഹു കുറച്ചു കൊടുത്തു, 45 കുറച്ചു, 45 ആക്കി. വീണ്ടും വന്നു, മൂസാ നബി പിന്നെയും പറഞ്ഞു, ഇല്ല ഉമ്മത്തിന് സാധിക്കുകയില്ല, അള്ളാഹുവിനോട് ഇളവ് ചോദിക്കും. പിന്നെയും മൂസ അലൈഹിസ്സലാമിൻ്റെ ഉപദേശം കേട്ട് പോവുകയാണ്. ഒടുവിൽ 5 ആക്കി. റബ്ബ് പറഞ്ഞു, ഹിയ ഖംസൂൻ, അത് 5 എന്നാൽ അത് 50 എന്ന് പറഞ്ഞാൽ 50 ഫിൽ അമൽ 50 ഫിൽ അജ്ർ, അതാണ് അതിൻ്റെ അർത്ഥം. പ്രവർത്തനത്തിൽ 5, പ്രതിഫലത്തിൽ 50. തിരിച്ചു പിന്നെ മൂസാ നബി പറഞ്ഞ എന്താണ്? ഇല്ല, ഇതും സാധിക്കൂല, ഇതിനേക്കാളും കുറച്ച് ആണ് ഞാൻ എൻ്റെ ഉമ്മത്തിനോട് പറഞ്ഞത്, പക്ഷെ സാധിച്ചിട്ടില്ല, അതുകൊണ്ട്
അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട്, ഇനി ഇളവ് ചോദിക്കുക. പണ്ഡിതന്മാരിൽ ചിലർ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി, ബനു ഇസ്രായേലർക്ക് 5-ൽ താഴെ വക്തേ നിസ്കാരം ഉണ്ടായിട്ടുള്ളൂ എന്ന്. ബനു ഇസ്രായേലർക്ക് 5-ൽ താഴെ വക്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. കാരണം മുസാനബി പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ പോയി. പക്ഷേ പോകാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനോട് ഇനി ചോദിക്കാൻ ലജ്ജിക്കുന്നു, റബ്ബിനോട് ഇനി ഞാൻ ചോദിക്കാൻ ലജ്ജിക്കുന്നു എന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് പഴയ കാലത്ത് ഉമ്മത്തിനെ അള്ളാഹുലേക്ക് ക്ഷണിച്ച, അവരെ റബ്ബിൻ്റെ ദീൻ പഠിപ്പിച്ച ഒരു നബിയുടെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച പാഠമാണ്. അപ്പോൾ നമുക്ക് മുൻപേ ഈ വഴിയിലൂടെ സഞ്ചരിച്ചവർ, ഈ ദീൻ നമുക്ക് ആദ്യം കിട്ടിയതല്ല, ഈ ദീൻ നമുക്ക് മുൻപേ ആളുകൾ വിശ്വസിച്ച, ആചരിച്ച, ഈ ദീനിലേക്ക് ക്ഷണിച്ച ദീനാണിത്. അതുകൊണ്ടാണ് ദഅവ, ഇസ്ലാമിലേക്കുള്ള പ്രബോധനം, അതിന് നമുക്ക് മാതൃകയുണ്ട്, അതിനൊരു മൻഹജുണ്ട്, അതിനൊരു വഴിയുണ്ട്. മനസ്സിലായില്ല? അതിനൊരു വഴിയുണ്ട്. അത് തോന്നിയതുപോലെ നിർവഹിക്കാവുന്നതല്ല, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ പാടില്ല. അപ്പോൾ നോക്കൂ, എന്നാൽ പഴയ ആളുകളുടെ ദഅവത്തിൽ, അവരുടെ പ്രബോധനത്തിൽ നമുക്ക് പാഠമുണ്ട്, അവരുടെ വഴിയിൽ നമുക്ക് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പോൾ നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയുടെ സബർ ഓർത്ത് ക്ഷമിക്കുകയാണ്. ഈ സന്ദർഭം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഗനീമത്ത് സ്വത്ത് വീതം വെക്കുകയായിരുന്നു, യുദ്ധാർജിത സ്വത്ത് വീതം വെക്കുകയാണ്. ഒരാൾ വന്നിട്ട് പറയുകയാണ് നബിയോട്, ഇന്ന ഹാദാ ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറയുന്നത്, ഇത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല ഈ വീതം വെപ്പ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാൻ അയാൾ പറഞ്ഞു, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നീതി പാലിക്ക്. ആരോടാണ് ഈ പറയുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അതുപോലുള്ള വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ നബി പറയുകയുണ്ടായി, റഹിമല്ലാഹു മൂസ, മൂസാക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, ഫഖദ് ഊദിയ അക്സറ മിൻ ഹാദാ ഫസബർ. ഇതിനേക്കാൾ പ്രയാസകരമായ വാക്കുകൾ കേട്ടു മൂസ അലൈഹിസ്സലാം, ക്ഷമിക്കുണ്ടായി. നബിയോട് ആ മര്യാദയില്ലാത്ത വാക്ക് പറഞ്ഞവൻ, അവൻ്റെ പിൻഗാമികളായിട്ടാണ് പിന്നീട് ഖവാരിജികൾ പൊട്ടിപ്പുറപ്പെട്ടത്. അവൻ്റെ പിൻഗാമികളായിട്ടാണ് പിന്നീട് ഖവാരിജികൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. ദുൽ ഖുവൈസറ എന്ന് അറിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അയാൾ. അയാളെ തല ഞാൻ വെട്ടട്ടെ എന്ന് ഖാലിദ് ബിൻ വലീദ് അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ടതില്ല, ഇവൻ്റെ പിന്നിൽ നിന്ന്, ഇവൻ്റെ മുതുകിൽ നിന്ന് ഒരു ഖൗമ് പുറപ്പെടും, എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജികളുടെ അടയാളങ്ങൾ, മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന, മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുന്ന ഒരു പിഴച്ച വിഭാഗം, മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു വിഭാഗം, അവരുടെ അടയാളങ്ങളും അവരുടെ ലക്ഷണങ്ങളും വാദങ്ങളുമെല്ലാം വളരെ അറിയപ്പെട്ടതാണ്. വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ആകട്ടെ ഇതുപോലെ ജനങ്ങളുടെ ഉപദ്രവങ്ങൾ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം ജനത ഇസ്രായേലർ മൂസാ നബിയെ ഉപദ്രവിച്ചത് എത്രയാണ്. അള്ളാഹു പറഞ്ഞു മുഅ്മിനീങ്ങളോട്, നിങ്ങൾ ആരെ പോലെ ആകരുത്, കല്ലദീന ആദഉ മൂസാ, മൂസാ നബിയെ ദ്രോഹിച്ചവരെ പോലെ ആകരുത്. അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബൽ. മൂസാ നബി ചോദിക്കപ്പെട്ടതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു പറഞ്ഞത് കാണാം. അപ്പോൾ ഇങ്ങനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മൂസാ അലൈഹിസ്സലാമിനെ ജനങ്ങൾ ദ്രോഹിച്ചിരുന്നു. ഇസ്രായേലർ അവർ മൂസാ നബിയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കി. മൂസാ നബിക്ക് ആളുകളുടെ മുന്നിൽ പറയാൻ പറ്റാത്തൊരു രോഗമുണ്ട്, ലൈംഗികാവയവത്തിൻ്റെ ഭാഗം, അതിൻ്റെ താഴ്ഭാഗം വീർക്കുന്ന മണിവീക്കം എന്ന് പറയുന്ന അസുഖമുണ്ട് എന്ന് അവർ മൂസാ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കി. കാരണം മൂസാ നബി ലജ്ജാലുവായ, ഏറെ ഉണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഒരാളായിരുന്നു അലൈഹിസ്സലാം. അതുകൊണ്ട് ഇസ്രായേലർ അവർ ഒന്നിച്ചിങ്ങനെ നഗ്നരായി കുളിക്കടവിൽ കുളിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ കുളിക്കുമായിരുന്നില്ല. ശരീരം വളരെ അധികം മറയുന്ന വസ്ത്രമായിരുന്നു മൂസാ അലൈഹിസ്സലാം ധരിച്ചിരുന്നത്. ഇതൊക്കെ ഹയാ കൊണ്ടാണ്. ഹയാ ആകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്, ലജ്ജയാണ്. ലജ്ജ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. പക്ഷെ ഖൗമ് പറഞ്ഞുണ്ടാക്കി ഈ അസുഖമുള്ളത് കൊണ്ടാണ്. ഇന്നഹു ആദർ എന്നവർ പറഞ്ഞുണ്ടാക്കി. ആദർ എന്നാണ് ആ അസുഖമുള്ള ആൾക്ക് പറയുക. എന്നാൽ നോക്കൂ, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നബിമാർ അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവരല്ല.
അള്ളാഹുവിൻ്റെ നബിമാർ അവർ ഏറ്റവും നല്ല പൗരുഷമുള്ളവരും ഏറ്റവും നല്ല ഭംഗിയുള്ളവരുമാണ്. ആളുകൾ പൊതുവെ അകന്നു പോകുന്ന, ആളുകൾ വെറുക്കുന്ന അസുഖം അള്ളാഹുവിൻ്റെ നബിമാർക്ക് പൊതുവെ ഉണ്ടാവുകയില്ല എന്നാണ്. അഥവാ ജനങ്ങളെ ഈ ദഅവത്തിന് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള നബിമാർക്ക് പൊതുവെ അത് ഉണ്ടാവുകയില്ല എന്നാണ്. അങ്ങനെ വെറുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അള്ളാഹുവിൻ്റെ നബിമാർക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ എങ്ങനെയാണ് ആ കാര്യത്തിൽ നിന്ന് മൂസ അലൈഹിസ്സലാമിന് മോചനമേകിയത്. മൂസാ നബി ഒരിക്കൽ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ വസ്ത്രം ഒരു കല്ലിന് മുകളിൽ അഴിച്ചു വെച്ചിരുന്നു. മൂസാ നബി വരുമ്പോഴേക്കും കല്ല് വസ്ത്രവും കൊണ്ട് ഓടുകയും കല്ല് ഓടിപ്പോയി. ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, മൂസാ അലൈഹിസ്സലാം പിന്നാലെ ഓടി, കല്ല് വസ്ത്രം കൊണ്ട് ഓടി. മൂസാ നബി വസ്ത്രം ധരിച്ചിട്ടില്ല. തൗബിയ ഹജർ, തൗബിയ ഹജർ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒടുവിൽ കല്ല് എവിടെ പോയാണ് നിന്നത്? ഇസ്രായേലിൽ ഒന്നാകെ അവർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി കല്ലങ്ങ് നിന്നു. മൂസാ അലൈഹിസ്സലാം വസ്ത്രമൊന്നും ഇല്ലാതാണ് അവിടെ എത്തിയത്. മൂസാ നബി വസ്ത്രം എടുത്തണിഞ്ഞു, വടി കൊണ്ട് കല്ലിനെ അടിച്ചു എന്നാണ്. കല്ലിൽ അതിൻ്റെ പാട് വീണു. ഇത്രയും ശക്തമായ അടിയായിരുന്നു. പക്ഷെ ആളുകൾ മൂസാ അലൈഹിസ്സലാമിനെ മുഴുവനായി ആ സമയത്ത് കാണുകയുണ്ടായി. യാതൊരു ന്യൂനതകളുമില്ല എന്ന് അവർക്ക് മനസ്സിലായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംഭവം നിശ്ചയിച്ചു. മൂസാ അലൈഹിസ്സലാം ഒരിക്കലും ഔറത്ത് പ്രദർശിപ്പിച്ചിട്ടില്ല. ഔറത്ത് ഒരിക്കലും പ്രദർശിപ്പിക്കുക എന്നത് പാടില്ല. അള്ളാഹുവിൻ്റെ നബിമാരിൽ നിന്ന് അതുണ്ടാവുകയില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബി ആകുന്നതിന് മുൻപ്, ബുഖാരിൽ നമുക്ക് കാണാം, ബുഖാരിയുടെ സഹീൽ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആകുന്നതിന് മുൻപ് കഅബ പുനർനിർമ്മിക്കുമ്പോൾ, ഖുറൈശികൾ കഅബ പുനർനിർമ്മിക്കുമ്പോൾ എല്ലാവരും കല്ലിങ്ങനെ ചുമന്നു പോവുകയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് ചുമന്നു പോകുന്നുണ്ട്. അപ്പോൾ നബി കല്ല് ചുമലിൽ വെച്ചപ്പോൾ അല്ലെങ്കിൽ തലയിൽ വെച്ചപ്പോൾ പിന്നിൽ നിന്ന് നബിയുടെ കുടുംബക്കാരിൽ ഒരാൾ പറഞ്ഞു, ഉടുത്ത മുണ്ട് അത് ചുമലിൽ വെച്ചിരുന്നെങ്കിൽ, തലയിൽ വെച്ചിരുന്നെങ്കിൽ കല്ല് പ്രയാസമില്ലാതെ കൊണ്ടുപോകാം. അവർ പൊതുവെ ആ കാലത്ത് ഔറത്തിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയില്ലാത്തവരാണ്, സംശയമില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശം കേട്ട് നബി ആകുന്നതിന് മുമ്പുള്ള കഥയാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉടുമുണ്ട് ഊരിയതും നബി ബോധരഹിതനായി വീഴുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീഴും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസ്ഥയിൽ പറഞ്ഞു, സൗബി സൗബി, എൻ്റെ വസ്ത്രം, എൻ്റെ വസ്ത്രം എന്നിങ്ങനെ പറഞ്ഞു. നബി വസ്ത്രം പുതപ്പിച്ചു. ഹദീസിൽ നമുക്ക് കാണാം, ഫമ ഉജിദ ബഅദ ദാലിക ഉറിയാന, പിന്നീട് ഒരിക്കലും നബിയാകുന്നതിന് മുമ്പോ ശേഷമോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവസ്ത്രനായിരുന്നിട്ടില്ല. വസ്ത്രം ഉരിഞ്ഞ് നഗ്നനായി ഇരിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. ഒറ്റക്കാണെങ്കിൽ പോലും, മനസ്സിലായില്ലേ, ഒറ്റക്കാണെങ്കിൽ പോലും പാടില്ല. അല്ലാഹു അഹഖു അൻ യുസ്തഹ്യ മിൻ, അള്ളാഹു ആണ് നീ ലജ്ജിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഒറ്റക്കാണെങ്കിൽ അത് പാടില്ല എന്നതാണ് അടിസ്ഥാന നിയമം, അസ്സലതാണ്. പിന്നീട് അതിന് ഇളവുള്ളത് എപ്പോഴാണ്? ആ ആവശ്യമുള്ള സമയത്ത് മാത്രം, ആവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രം. ഉദാഹരണത്തിന് ഒരാൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ വസ്ത്രം തീരെയില്ലാതെ കുളിക്കുക എന്നത് അനുവദനീയമായ കാര്യമാണ്, അത് തെറ്റില്ല, അനുവദനീയമായ കാര്യമാണ്. അയ്യൂബ് അലൈഹിസ്സലാം കുളിക്കുന്ന സന്ദർഭത്തിൽ ഉറിയാനായി വസ്ത്രം തീരെ ധരിക്കാതെ കുളിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ ഒരാൾ തൻ്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ആവശ്യഘട്ടങ്ങളിൽ വസ്ത്രം ഇല്ലാതെ ഒരാൾക്ക് വിവസ്ത്രനാകാം, നഗ്നനാകാം. അല്ലാത്ത സന്ദർഭത്തിൽ ആവശ്യമില്ലേ, ഒറ്റക്കാണെങ്കിൽ എന്ത് ചെയ്യരുത്? വസ്ത്രമില്ലാതെ നിൽക്കരുത്, ശരിയല്ല. പണ്ഡിതന്മാർ സുബ്ഹാനല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ ടോയ്ലറ്റിൽ ഒരാൾ തൻ്റെ ആവശ്യം കഴിഞ്ഞ് നിൽക്കൽ ഹറാമാകുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം ഒരാവശ്യമില്ലാതെ ഒരാൾ വസ്ത്രമില്ലാതെ നിൽക്കാൻ അവിടെ, അത് പിശാചിൻ്റെ സ്ഥലമാണ്, വേറെയും കാരണങ്ങളുണ്ട്. അനാവശ്യമായി എന്ത് ചെയ്യരുത്, അവിടെ സമയം ചെലവഴിക്കരുത്, ആവശ്യം കഴിഞ്ഞാൽ പുറത്തിറങ്ങണം. ചില ആളുകൾ നസ്അലുല്ലാഹു അൽ ആഫിയ അവിടെ ആവശ്യത്തിലധികം സമയം ചെലവഴിക്കുന്നത് കാണാം. ചിലരെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്, പത്രം വായിക്കലൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. പാടില്ലാത്തതാണ്, ശരിയായ കാര്യമല്ല. മറിച്ച് വേഗം പുറത്തിറങ്ങുക, അതിനുള്ളിൽ സംസാരിക്കുക ശരിയല്ലാത്ത കാര്യമാണ്. വിസർജന സമയത്ത് സംസാരിക്കുക മര്യാദയല്ല. ഫോൺ എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഫോൺ എടുത്തിട്ട് പോവുക മോശമായ കാര്യമാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ നോക്കൂ, മൂസ അലൈഹിസ്സലാം ഇങ്ങനെ പല രൂപത്തിൽ ഉപദ്രവങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് അലൈഹിസ്സലാം. അത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആ ക്ഷമയിൽ നിന്ന്
ആശ്വാസം കണ്ടെത്തുകയാണ്. വഅഖ്ബറ അൻ നബിയ്യിൻ മിനൽ അംബിയാഇ അന്നഹു ദറബഹു ഖൗമുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മാത്രമല്ല, പഴയ ഒരു നബിയുടെ കാര്യം പറഞ്ഞു. ആ നബിയെ തൻ്റെ ജനത അടിച്ചു. സുബ്ഹാന, അടിച്ചിട്ട് നെറ്റിയിൽ നിന്ന് ചോര വന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ചെയ്ത തെറ്റെന്താണ്? അള്ളാഹുലേക്ക് വിളിച്ചു വന്നതാണ്. ഫജഅല യഖൂൽ, ആ നബി പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹു എൻ്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണേ, അവർക്കറിയില്ല. വഖദ് റുവിയ അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ജറ ലഹു മിസ്ലു ഹാദാ മഅ ഖൗമിഹി ഫജഅല യഖൂലു മിസ്ല ദാലിക്. നമ്മുടെ നബിയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായപ്പോൾ നബി ഇതുപോലെ പറഞ്ഞു എന്ന്. അഥവാ തായിഫിൽ പോയതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഇനി പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കുക. ഫജമഅ ഫി ഹാദാ സലാസത ഉമൂർ. ആ ദുആ ഉണ്ടല്ലോ, അതായത് ഉപദ്രവിച്ച കൗമിന് വേണ്ടി ചെയ്ത ദുആയിൽ 3 കാര്യങ്ങൾ നമുക്ക് കാണാം. അൽ അഫ്വ അൻഹും, 1 അവർക്ക് മാപ്പ് കൊടുക്കലുണ്ട് അതിൽ. 2 അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. 3 വലിഅ്തിദാറു അൻഹും ബിഅന്നഹും ലാ യഅലമൂൻ, അറിയില്ല എന്ന അവരുടെ ഒഴിവ് കഴിവ് അവിടെ വകവെച്ചു കൊടുക്കുകയാണ്. ചില പണ്ഡിതന്മാർ മറ്റു ചിലത് കൂടി അതിൻ്റെ കൂടെ പറഞ്ഞത് കാണാം. പറയുന്നത് എന്താണ്? റബ്ബേ എൻ്റെ ഖൗം എന്നാണ്. ഇങ്ങനെ അടിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും രക്തമൊഴുക്കിയിട്ടും പറയുന്നത് എന്താണ്? എൻ്റെ ഖൗം എന്നാണ്. അപ്പോൾ നോക്കൂ, ജനങ്ങളോടുള്ള അണയാത്ത ഗുണകാംക്ഷ അള്ളാഹുവിൻ്റെ നബിമാരുടെ മാതൃകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ല? ആളുകളോട് നസീഹത്തുണ്ടാവുക, അവൻ നന്നാകണം എന്ന ആഗ്രഹമുണ്ടാവുക വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത്. അവൻ നശിച്ചു കാണണമെന്നല്ല നമ്മൾ ആഗ്രഹം, മറിച്ച് അവൻ നന്നാകണം എന്നാണ്. ആളുകളെല്ലാവരും ഒരുപോലെയല്ല, അറിയാത്തവരുണ്ടാവും, അവന് വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കലാണ്. അറിഞ്ഞവനുണ്ടാവും, അവന് വേണ്ടത് അതുകൂടിയാണ് എന്ന് പറഞ്ഞാൽ അവനെ ഓർമ്മപ്പെടുത്തേണ്ടി വരും പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്. നീ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്താൽ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആൾക്ക് അറിയാത്തൊക്കെ താലീമാണ്, അവന് പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ആൾക്ക് അറിയാത്ത പ്രശ്നമല്ല, അപ്പോൾ അവന് വാത് വേണ്ടി വരും. അതിനപ്പുറമുള്ള ചില ആളുകളുണ്ട്, അവരോട് തർക്കിക്കേണ്ടി വരും ചില സന്ദർഭത്തിൽ. എന്നാൽ അതിലും പ്രയോജനമില്ലാത്ത അങ്ങേറ്റത്തെ ഐനാദിൻ്റെ, മറക്കട മുഷ്ടിയുടെ, ധിക്കാരത്തിൻ്റെ ആളുകളെ ഉപേക്ഷിക്കേണ്ടി വരും, അവരെ ഒഴിവാക്കേണ്ടി വരും, അവരെ അവഗണിക്കേണ്ടി വരും. ഇങ്ങനെ ജനങ്ങൾ പലതട്ടാണ്. അതുകൊണ്ട് ആളുകളെല്ലാവരും ഒരുപോലെ കാണുക എന്നത് ശരിയല്ല. നോക്കൂ, ശൈഖുൽ ഇസ്ലാം പറയുന്നു, വഹാദ നൗഉ മിന സബ്രി, ഈ ക്ഷമയുണ്ടല്ലോ, ആഖിബത്തുഹു നസ്റു വൽ ഹുദാ വസ്സുറൂറു വൽ അംനു വൽ ഖുവ്വതു ഫി ദാത്തില്ലാഹ് വസിയാദത്തു മഹബ്ബത്തില്ലാഹ് വമഹബ്ബത്തിൻ നാസി ലഹ് വസിയാദത്തുൽ ഇൽം. ഈ ക്ഷമയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? എന്ന് അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹു നിനക്ക് സന്മാർഗം വർദ്ധിപ്പിച്ചു തരും, സന്തോഷം അള്ളാഹു മനസ്സിലിട്ട് തരും, നിർഭയത്വം നൽകും, അള്ളാഹുവിന് വേണ്ടി നീ ശക്തനാകും, റബ്ബിനു വേണ്ടി ശക്തി നേടിയവനാകും. അത് അള്ളാഹു നിന്നെ സ്നേഹിക്കും, ആളുകളുടെ സ്നേഹവും നിനക്ക് അള്ളാഹു തരും, അറിവ് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണിതെല്ലാം. വലിഹാദാ ഖാല അല്ലാഹു തആല, ഇതുകൊണ്ടാണ് അള്ളാഹു എന്തു പറഞ്ഞത്? വജഅൽനാ മിൻഹും അഇമ്മത യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. വജഅൽനാ മിൻഹും അഇമ്മ, നാം അവരിൽ ഇമാമിങ്ങളെ, നേതാക്കന്മാരെ ഏർപ്പെടുത്തി. യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങളെ വഴി നടത്തുന്ന നേതാക്കന്മാരെ എന്ത് ചെയ്തപ്പോഴാണ്? ലമ്മ സബറു, ബാക്കി എന്താണ്? വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, നമ്മുടെ ആയത്തുകളിൽ അവർ ഉറച്ചു വിശ്വസിച്ചപ്പോൾ ക്ഷമിച്ചു, അതുപോലെ അവർ യഖീൻ കൈക്കൊണ്ടു. ഫസ്സബ്റു വൽ യഖീനു യുനാലു ബിഹിമൽ ഇമാമത്തു ഫിദ്ദീൻ. ശൈഖുൽ ഇസ്ലാം പറയുന്നു, സബറും യഖീനും, ക്ഷമയും ഉറച്ച വിശ്വാസവും കൊണ്ടാണ് ദീനിൽ ഇമാമത്ത്, ദീനിൽ നേതൃപദവി ഒരാൾക്ക് ലഭിക്കുക. സബറും യഖീനും കൊണ്ടാണ്. ചുരുക്കി പറയട്ടെ, സബർ കൊണ്ടാണ് ഒരാൾക്ക് മനസ്സിൻ്റെ ഇച്ഛകളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ, മോശമായ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക. യഖീൻ കൊണ്ടാണ് ഒരാൾക്ക് ശുഭഹത്തുകളിൽ നിന്ന്, ആശയക്കുഴപ്പങ്ങളുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. യഖീൻ കൊണ്ട്, ഉറച്ച വിശ്വാസം കൊണ്ട്, അറിവുകൊണ്ട്. എന്നാൽ സബർ കൊണ്ടാണ് ഒരാൾക്ക് ഷഹവാത്തിൻ്റെ, ദേഹേച്ഛകളുടെ, മോശമായ മോഹങ്ങളുടെ ഫിത്നകളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കുക. ഫൈദ മുദാഫ ഇലാ ഹാദ الصبر قوة اليقين والإيمان
തറഖ അൽ അബ്ദു ഫി ദറജാത്തി സആദത്തി ബിഫദ്ലില്ലാഹി തആല. ഈ ക്ഷമയുടെ കൂടെ ഉറച്ച വിശ്വാസവും ദൃഢബോധ്യവും ഈമാനും ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ ഇതാ ഒരാൾ സആദത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ പടികൾ കയറും. ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ നൽകും. അള്ളാഹു മഹത്തായ സൗഭാഗ്യം, മഹത്തായ ഔദാര്യമുള്ളവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നീ ഏറ്റവും നല്ലതുകൊണ്ട് തടുക്കുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. അങ്ങനെ നീ തിന്മയെ നന്മ കൊണ്ട് തടുത്താൽ നീയും ആരുമായിട്ടാണോ ശത്രുത ഉണ്ടായിരുന്നത് അവൻ നിൻ്റെ മിത്രമാകുന്നത്, സഹായിയാകുന്നത് നിനക്ക് കാണാൻ കഴിയും. വമാ യുലഖാഹ ഇല്ല അല്ലദീന സബറു വമാ യുലഖാഹ ഇല്ല ദു ഹദ്ദിൻ അളീം. വലിയ ഭാഗ്യമുള്ളവർക്ക്, ക്ഷമിച്ചവർക്ക് അല്ലാതെ ഇത് നേടാൻ സാധ്യമല്ല. വയുഈനുൽ അബ്ദ അല ഹാദ സബ്ർ ഇദ്ദതു അഷ്യാ. ഈ ക്ഷമക്ക് നമ്മെ സഹായിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇനി ഈ കിതാബിൽ പറയുന്നത് 20 കാര്യങ്ങളാണ്. 20 കാര്യങ്ങൾ, ഈ ക്ഷമിക്കാൻ നമ്മെ സഹായിക്കുന്ന 20 കാര്യങ്ങൾ. ഇതിൽ ഓരോന്നും സുബ്ഹാനല്ലാഹ് അങ്ങേറ്റം മഹത്തരമായ പാഠങ്ങളാണ്. ഞാൻ ആമുഖമായി പറയട്ടെ, ക്ഷമിക്കുക, വിട്ടുവീഴ്ച കാണിക്കുക, മാപ്പ് കൊടുക്കുക എന്നീ വാക്കൊക്കെ പറയാൻ വളരെ വളരെ എളുപ്പമുള്ളതാണ്. കേൾക്കാൻ യാതൊരു പ്രയാസവുമില്ല, ഉപദേശിക്കാൻ ഒരു ആയാസവുമില്ല. പക്ഷേ സുബ്ഹാനല്ലാഹ് ഇത് ജീവിതത്തിൽ ഈ സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാൽ, ഉപദ്രവിക്കപ്പെട്ടാൽ, ആക്ഷേപിക്കപ്പെട്ടാൽ ഇത് പിടിക്കുക എന്നത്, ഇതിൽ നിൽക്കുക എന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകിയില്ലെങ്കിൽ അങ്ങേറ്റം പ്രയാസമുള്ള കാര്യമാണ്. അള്ളാഹു ഒരാൾക്ക് സബ്ർ പോലെ ഒരു ദാനവും നൽകിയിട്ടില്ല എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. സബ്ർ പോലെ അത്രയും കടുത്ത കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കത് നൽകുമാറാകട്ടെ. ഇത് കിട്ടിയാൽ ആയിഷ് ദുനിയാവിലെ ആഖിറത്തിലും ജീവിതം നന്നാവും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞതായി കാണാം, നമ്മുടെ ജീവിതത്തിൻ്റെ ആ സുഖകരമായ അവസ്ഥ സബ്ർ കൊണ്ടാണ് നമ്മൾ നേടിയത്. നല്ല ജീവിതം, സുന്ദരമായ ഊഷ്മളമായ ജീവിതം കിട്ടിയത് സബ്ർ കൊണ്ടാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നമുക്ക് 20 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അഹദുഹ, 1, അൻ യശ്ഹദ അന്ന അല്ലാഹ സുബ്ഹാനഹു വതആല ഖാലിഖു അഫ്ആലിൽ ഇബാദ്. ഒരാൾ ശരിക്ക് മനസ്സിലാക്കുക, സാക്ഷിയാവുക. എന്ത് കാര്യത്തിന് സാക്ഷിയാവുക? ആളുകളുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടിയാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടി. അള്ളാഹുവാണ് പടപ്പുകളെ പഠിച്ചതും അവരുടെ പ്രവർത്തനങ്ങളെ പഠിച്ചതും. ഇത് നീ ശരിക്കും മനസ്സിലാക്കുക. ഹറക്കാറ്റിഹിം വസക്കനാറ്റിഹിം വ ഇറാദാറ്റിഹിം, ജനങ്ങളുടെ ചലനങ്ങളാകട്ടെ, അവർ മിണ്ടാതിരിക്കുന്നെങ്കിൽ അതാകട്ടെ, അവരുടെ ഉദ്ദേശങ്ങളാകട്ടെ, ഇതൊക്കെ പഠിച്ചതാരാ? അള്ളാഹുവാണ്. ഫമശാ അല്ലാഹു ഖാൻ, അള്ളാഹു ഉദ്ദേശിച്ചെന്തോ അത് നടക്കും. വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിക്കാതെ നടക്കുകയില്ല. ഫലാ യതഹറകു ഫിൽ ആലമിൽ ഉലുവി വസ്സുഫ്ലി ദർറത്തുൻ ഇല്ലാ ബിഇദ്നിഹി വമശിഅതിഹി. ഈ ലോകത്ത് മുകളിലോ താഴെയോ ഒരു ഉറുമ്പനങ്ങണമെങ്കിൽ, നമ്മൾ മലയാളത്തിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ്റെ അനുമതി ഉണ്ടെങ്കിലേ നടക്കും. ഫൽ ഇബാദു ആല, ആളുകൾ യഥാർത്ഥത്തിൽ ഒരു ആലത്ത് മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. ഫൻദുർ ഇലല്ലദീ സല്ലതഹും അലൈക്, നിന്നെ ഒരാൾ ഉപദ്രവിച്ചെങ്കിൽ അവനെ നിന്റെ നേരെ തിരിച്ചുവിട്ടവനെ കുറിച്ച് നീ ആലോചിക്കും. വലാ തൻദുർ ഇലാ ഫിഅലിഹിം ബിക്, നിന്നെ അവരെന്ത് ചെയ്തു എന്ന് നീ ചിന്തിക്കാതെ അവരെ നിനക്കെതിരിൽ തിരിച്ചുവിട്ടവനെ കുറിച്ച് നീ ചിന്തിക്കുക. തസ്തരിഹ് മിനൽ ഹമ്മി വൽ ഗം, എങ്കിൽ നിനക്ക് നല്ല റാഹത്ത് കിട്ടും, ആശ്വാസം കിട്ടും. ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് റാഹത്ത് കിട്ടും. കാരണം എന്തു തന്നെ ആയാലും അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ഇത് നടന്നത്. അള്ളാഹുവാണ് അവർ ഈ പ്രവർത്തനങ്ങളെ പടച്ചത്. ആ പാഠം അത് ഓർക്കുക എപ്പോഴും. നമ്മെ ക്ഷമക്ക് സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. രണ്ടാമത്തത് യശ്ഹദ ദുനൂബ, ഒരാൾ സ്വന്തം തിന്മകളെക്കുറിച്ച് ആലോചിക്കുക. വഅന്നല്ലാഹ ഇന്നമാ സല്ലതഹും അലൈഹി ബിദംബിഹി, ശത്രുക്കൾ അള്ളാഹു ഒരുവന് നേരെ തിരിച്ചുവിട്ടത്, ഉപദ്രവകാരികൾ അവന് നേരെ നിശ്ചയിച്ചത് അവൻ്റെ തിന്മകൾ കൊണ്ടാണ്. കമാ ഖാല തആല, അള്ളാഹു പറഞ്ഞു നോക്ക്, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫൂ അൻ കസീർ.
നിങ്ങൾക്ക് ഏത് മുസീബത്ത് ബാധിച്ചാലും അത് നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. വയഅഫു അൻ കസീർ. അള്ളാഹു ഒരുപാട് കാര്യങ്ങളാകട്ടെ വിട്ടുതരും. നിങ്ങൾക്കുണ്ടായ മുസീബത്തുകൾക്ക് യഥാർത്ഥത്തിൽ കാരണം നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതാണ്, നിങ്ങൾ ചെയ്തതാണ്. فإذا شهد العبد أن جميع ما يناله من المكروه فسببه ذنوبه اشتغل بالتوبة والاستغفار من الذنوب التي سلطهم عليه بسببها عن ذمهم ولومهم والوقيعة فيهم. ഇതൊരാൾ ശരിക്കും മനസ്സിൽ കൊണ്ടുവന്നാൽ പിന്നെ അവന് ഈ പ്രയാസം ബാധിക്കാൻ കാരണമായത് തിന്മകളാണെന്ന് അവൻ മനസ്സിലാക്കും. അപ്പോൾ അവൻ നേരം ചെലവഴിക്കുക, അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്തിലായിരിക്കും? ഇസ്തിഗ്ഫാർ, തൗബ ചെയ്യുക, തിന്മയിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അതിൽ പശ്ചാത്തപിക്കുക. കാരണം ഈ ഉപദ്രവകാരികൾ ഉപദ്രവിക്കാണ്ടായ കാരണം അവരെ അള്ളാഹു തന്നിലേക്ക് തിരിച്ചുവിടാണ്ടായ കാരണം തൻ്റെ തിന്മകളാണ്. അതുകൊണ്ട് അവൻ നേരം ചെലവഴിക്കുക, അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ഉപദ്രവിച്ച ആളുകൾക്ക് പിന്നാലെ പോയി അവരെ തിരിച്ചടിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ അവരെ തിരിച്ചെന്തെങ്കിലും ചെയ്യാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലുപരി ഒരാളുടെ ശ്രദ്ധ ഇതിലായിരിക്കും, അതിൽ ശുഗലാവും. وإذا رأيت العبد يقع في الناس إذا آذوه ولا يرجع إلى نفسه باللوم والاستغفار فاعلم أن مصيبته مصيبة حقيقية. لا إله إلا الله. ഒരാൾക്ക് ഉപദ്രവം വല്ലതുണ്ടായി, അവൻ തൗബ ഇസ്തിഗ്ഫാർ നടത്താതെ ആളുകൾക്ക് നേരെ തിരിയുകയാണെങ്കിൽ നീ മനസ്സിലാക്കുക അവൻ്റെ മുസീബത്ത് അതാണ് ഒന്നാന്തരം മുസീബത്ത്, അവന് ബാധിച്ചത് യഥാർത്ഥ മുസീബത്താണ്. وإذا تاب واستغفر وقال هذا بذنوبي صارت في حقه نعمة. എന്നാൽ അവൻ പശ്ചാത്തപിച്ചാൽ പാപമോചനം തേടിയാൽ ഇതെൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ്, അടിസ്ഥാനപരമായി എൻ്റെ തിന്മകൾ കൊണ്ടാണ് എന്ന് പറയുകയും ചെയ്താൽ അത് അവന് അനുഗ്രഹമായി തീരും. സുബ്ഹാനല്ലാഹ്. ഖാല അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കറമല്ലാഹു വജ്ഹഹു എന്ന് കാണാം. ഇത് അലി ഇബ്നു അബി താലിബിനെ കുറിച്ച് മാത്രം പേര് പറയുമ്പോൾ കറമല്ലാഹു വജ്ഹഹു എന്ന വാക്ക് പറയുക ഒരു ശൈലിയാണ്. ഇത് പാടില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിൻ്റെ മജ്മു ഫത്താവ പോലെയുള്ള കിതാബുകൾ പറഞ്ഞത് കാണാം. ഇത് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതല്ല യഥാർത്ഥത്തിൽ, മറിച്ച് കിതാബുകൾ, പഴയകാലത്തെ കിതാബുകൾ അത് പകർത്തി എഴുതുന്ന നുസാഖുകൾ, പകർത്തി എഴുതുന്നവർ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു ഇതൊക്കെ അവർ സ്വയം എഴുതും. അപ്പോൾ അവരുടെ കൈയാൽ സംഭവിച്ചതാണ് ഇത്. കറമല്ലാഹു വജ്ഹ, അലി ഇബ്നു അബി താലിബിൻ്റെ പേര് പറഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു പറയാതെ കറമല്ലാഹു വജ്ഹ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുഖം ആദരിക്കട്ടെ എന്നൊരു പ്രത്യേക വാക്ക് അലിയെക്കുറിച്ച് മാത്രം പറയുക എന്നത് അത് ശരിയല്ല. കാരണം ബാക്കി സഹാബിമാർക്ക് ഇല്ലാത്തൊരു ഫضൽ, അലിക്ക് പറയപ്പെടാത്തൊരു ഫضൽ പറയുക പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ആകട്ടെ ഈ വാക്ക് പറയുന്നത് എതിർത്തിട്ടുമുണ്ട്. ഇത് നുസാഖുകൾ, കിതാബ് പകർത്തിയെഴുതുന്ന ആളുകളുടെ കൈവശം വന്ന സംഗതിയാണ്. ശരി, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തൻ മിൻ ജവാഹിരിൽ കലാം, മണിമുത്തു പോലെയുള്ള ഒരു വാചകം പറഞ്ഞത് കാണാം. ലാ യർജുവന്ന അബ്ദുൻ ഇല്ലാ റബ്ബഹ് വലാ യഖഫന്ന അബ്ദുൻ ഇല്ലാ ദംബഹ്. ഒരാളും തൻ്റെ റബ്ബിലല്ലാതെ പ്രതീക്ഷ വെക്കേണ്ട, ഒരാളും സ്വന്തം തിന്മകളെ അല്ലാതെ പേടിക്കുകയും വേണ്ട. നീ പ്രതീക്ഷിക്കേണ്ട നിൻ്റെ റബ്ബിലാണ്, നീ പേടിക്കേണ്ടത് നിൻ്റെ തിന്മകളെയാണ്. വറുവിയ അൻഹു അൻ ഗൈരിഹി, അതുപോലെ അലിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും റിവായത്ത് വന്നത് കാണാം. മാ നസല ബലാഉൻ ഇല്ലാ ബിദംബ് വലാ റുഫിഅ ഇല്ലാ ബിതൗബ. ഒരു പരീക്ഷണവും ഇറങ്ങിയിട്ടില്ല തിന്മ കൊണ്ടല്ലാതെ, ഒരു പരീക്ഷണവും നീങ്ങിപ്പോയിട്ടില്ല തൗബ കൊണ്ടല്ലാതെ. ഇത് വളരെ ഇക്കാര്യം ശ്രദ്ധിക്കുക. ഇസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹ തലവേദന വന്നാൽ അവർ പറയുമായിരുന്നു, ബിദംബി വമാ യഗ്ഫിറുല്ലാഹു കസീർ, തലയിൽ കൈവച്ച് പറയുന്നതാണ്, എൻ്റെ തിന്മകൾ കൊണ്ടാണ്. അള്ളാഹു പുറത്തു തരുന്നതാകട്ടെ ധാരാളമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കിതാബിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരവസരത്തിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.